ഇറാനിലെ നെതാൻസിലെ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റിലെ സെൻട്രിഫ്യൂജുകൾ ആക്രമിക്കാൻ IDF 50 യുദ്ധവിമാനങ്ങൾ തെഹ്റാനിൽ വിന്യസിച്ചു. ഇസ്രായേൽ പ്രതിരോധ സേന തെഹ്റാനിലെ ഈ പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തെയും ഒന്നിലധികം മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളെയും രാത്രികാല ആക്രമണങ്ങളിൽ ലക്ഷ്യം വെച്ചിരുന്നു. ഇറാനിന്റെ ആണവായുധ പദ്ധതി തകർക്കാൻ ഉദ്ദേശിച്ച് തന്നെയുള്ളതാണെന്ന് നെഞ്ചുറപ്പോടെ IDF ഇതിന് പ്രതികരിക്കുകയും ചെയ്തു. ഇറാന്റെ ആണവായുധ പദ്ധതിയെ തകർക്കാനുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമായി തെഹ്റാനിലെ ഒരു സെൻട്രിഫ്യൂജ് ഉൽപാദന കേന്ദ്രം ലക്ഷ്യമിട്ടു. ആണവായുധ വികസനത്തിനായുള്ള യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ വ്യാപ്തിയും വേഗതയും വികസിപ്പിക്കാൻ ഭരണകൂടത്തെ സഹായിക്കുന്നതിനാണ് ഈ സൗകര്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. IDF വക്താവിന്റെ യൂണിറ്റ് ബുധനാഴ്ച പറഞ്ഞു. സിവിലിയൻ ആണവ പദ്ധതികൾക്ക് അത്തരം തലങ്ങളിൽ സമ്പുഷ്ടീകരണം ആവശ്യമില്ലെന്ന് ഊന്നി പറയേണ്ടത് പ്രധാനമാണ്, പ്രസ്താവന കൂട്ടിച്ചേർത്തു. നതാൻസിനെതിരായ ആക്രമണത്തിന്റെ ഭാഗമായി ഭൂഗർഭ സെൻട്രിഫ്യൂജ് ഹാളിനും കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞുവെങ്കിലും തെളിവുകളൊന്നും നൽകിയിട്ടില്ല. വിമാനങ്ങളെ ലക്ഷ്യമിടാൻ രൂപകൽപ്പന ചെയ്ത സർഫസ് ടു എയർ മിസൈലുകളിൽ ഉപയോഗിക്കുന്ന സിസ്റ്റങ്ങളുടെയും ഘടകങ്ങളുടെയും നിർമ്മാണ സ്ഥലങ്ങൾ അധിക ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നുവെന്ന് IDF കൂട്ടിച്ചേർത്തു. കാലങ്ങളായി ഈ സ്ഥലങ്ങളുടെ സ്ഥാനം സംബന്ധിച്ച രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിച്ചു വരികയായിരുന്നുവെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ചൊവ്വാഴ്ച വൈകുന്നേരം തെഹ്റാനിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആന്റി എയർക്രാഫ്റ്റ് റോക്കറ്റുകൾ ആകാശത്തേക്ക് തെറിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 50 ഇസ്രായേലി യുദ്ധവിമാനങ്ങളാണ് ഓപ്പറേഷൻ നടത്തിയത്. അതേസമയം തലസ്ഥാന നഗരത്തിൽ സൈനിക ആണവ കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് താമസക്കാർ നേരത്തെ തന്നെ തെഹ്റാനിൽ നിന്ന് വലിയ തോതിൽ പലായനം ചെയ്യാൻ തുടങ്ങി.